ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇതുകൊണ്ട് നല്ല ഫ്രഷ് ഇറച്ചി. ഇതിനകത്ത് മുളക് പൊടി, കുരുമുളക് പൊടി, മുളക് പൊടിയല്ല, മുളക് അരച്ച് ചേർക്കുക, അതാണ് നല്ല കൊഴുപ്പ്. വെളിച്ചെണ്ണ, ചുമന്നുള്ളി, നമ്മുടെ എന്തരാണ് കറിവേപ്പില. എൻ്റെ ചുമന്നുള്ളിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഗൈസ്. നല്ല മൊരിച്ച ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ തിന്നിങ്ങനെ നല്ല പോത്തിറച്ചിയാണ്. പെരട്ടി ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ എല്ലൊക്കെ കണ്ടോ? ഇന്നലെ വരെ ഈ പോത്ത് നല്ലോണം ഇരുന്നായിരുന്നു ഗൈസ്. എനിക്ക് എല്ല് ഭയങ്കര ഇഷ്ടമാണ്. എല്ല്. അപ്പോൾ ഈ ഗൈസ്, ഞാനിതെല്ലാം കഴിക്കാൻ പോകുന്നത് നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ അന്തം വിടും. അത്ര ടേസ്റ്റിയാണിത്. ഇതിവിടെ വെട്ടമില്ലാത്തതുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെ ഇരിക്കുന്നത്. കണ്ടോ? 1 കിലോ പോത്ത. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യ സൗഖ്യം നേരുന്നു. എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ ചോറൊക്കെ അടുപ്പത്ത് വെച്ച് ചോറ് ഇങ്ങനെ വെന്ത് തിളയ്ക്കുന്നേ ഉള്ളൂ ഗൈസ്. അടച്ചു വെക്കട്ടെ. ഇതിനെ ഞാനൊരു വേറൊരു പാത്രം വെച്ചങ്ങ് അടയ്ക്കത്തേ ഉള്ളൂ. ഇതിനെ റെഡിയാക്കി വെക്കട്ടെ ഗൈസ്. മഞ്ഞൾപ്പാൽ കുടിക്കാൻ പോണേ. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഔഷധ കൂട്ടുള്ള മഞ്ഞളാണ്, ഔഷധ ഗുണമുള്ള മഞ്ഞളാണ്. അപ്പം മഞ്ഞൾ ചേർത്ത് ഇങ്ങനെ കുടിക്കണം. പാലിൽ ഇങ്ങനെ കുടിക്കാവോ ഗൈസ്. വേണേ ഇച്ചിരി ഉലുവയൊക്കെ ഇടാം. എന്താ മഞ്ഞ നിറം കാണാത്തതാണ് നിങ്ങൾക്ക് ഗൈസ്. ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ ഇട്ടിട്ട് പാലിൽ പഞ്ചസാര ഇട്ടേ പാൽ കുടിക്കാം കേട്ടോ. ഒന്നുകിൽ പഞ്ചസാര അല്ലെങ്കിൽ തേൻ. ഈ രണ്ടിലൊന്ന് ചേർത്ത് കഴിക്കാവൂ ഗൈസ് കേട്ടോ. അല്ലാതെ കഴിക്കരുത്. എന്നാൽ നല്ല മഞ്ഞ കളറാവും. ഇത് നിങ്ങൾക്ക് ഇവിടെ വെട്ടമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് ഈ ഇറച്ചിയുടെ വേവ് കാണിച്ചു തരാം. പിഞ്ചര കണ്ടോ? ഇങ്ങനെ വെന്തലിഞ്ഞങ്ങ് പോകുന്നുണ്ടോ? വെന്തലിഞ്ഞ് പോകുന്ന ഇറച്ചി. ആ രീതിയിൽ ഞാൻ വേവിക്കാറുള്ളൂ ഗൈസ്, അല്ലാതെ ഞാൻ വേവിക്കാറില്ല. അപ്പം ഒരേ ക്ഷണം കഴിക്കുന്നേ വരൂ. എല്ലാവരെയും അങ്ങ് കൊതിപ്പിക്കുവാണ് ഞാൻ. കഴിക്കാൻ പോകുന്നു. നിങ്ങൾ കൊതി വെട്ടവിടെ ഇരിക്കും. എന്തായാലും കൊതിക്കൂ. ഇത്രയും വെന്ത ഇറച്ചി സൂപ്പറാണ്. അങ്ങനെ ചുരുട്ടിയെടുത്ത് ഇങ്ങനെ കഴിക്കണം ഗൈസ്, മുരിഞ്ഞ ദോശയായിട്ട്. അപ്പം ഞാൻ എല്ലാ കോരി എടുത്ത് ഗൈസ് അവിടെ ഇരിക്കട്ടെ. അപ്പം ഞാൻ കഴിക്കട്ടെ. രുചി കാരണം സംസാരിക്കാൻ തോന്നുന്നില്ല ഗൈസ്. ഒരു കഷ്ണം കഴിച്ചോ എൻ്റെ കൂട്ടുകാർ. അപ്പോൾ ആരോഗ്യ സൗഖ്യം നേരുന്നു കേട്ടോ. ഒന്നിട്ട്